ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി അല്ലേ. അപ്പോൾ അതിനുള്ള മാങ്ങകളൊക്കെ നമുക്ക് കുക്കറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കുകയാണ്. അതിനുള്ള 2 പച്ചമുളകും കൂടി 2-3 പച്ചമുളകും കൂടി അതിലിടണം കേട്ടോ, മറക്കരുത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ചൊരു മുളക് പൊടി കൂടി ഇതിൽ ഇടണം. അപ്പം മാമ്പഴ പുളിശ്ശേരി തയ്യാറാകുന്ന വിധം ഞാൻ പറയുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട് കേട്ടോ, മാങ്ങ തിളച്ച് വരുന്നുണ്ട്. ഇത് ശർക്കരയാണ് കേട്ടോ, നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ വെല്ലം. ഇതെന്ത് സംഭവം സത്യത്തിലിടുന്നത്? ടേസ്റ്റ് ബാലൻസ്. അത് പുളിയും ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് സംഭവം. ഇപ്പം എല്ലാവരും ഇടുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഓരോരാൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അല്ലേ. ഇതിൻ്റെ പൗഡറും വരുന്നുണ്ട് കേട്ടോ, വെല്ലം ശർക്കരേൻ്റെ പൊടിയും വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഗുണം ഇതാണെന്നാണ് പറയുന്നത്. അടുക്കള പെണ്ണുങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും അടുക്കളയ്ക്ക് വരുന്നവരായതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ ഇത് തേങ്ങ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. കുറച്ച് തൈര്, തേങ്ങയിൽ ചെറിയ ജീരകം കൊമിക്സിയിട്ടാണ്. ഓക്കെ, ചെറിയ ജീരകം ഇടണം. പിന്നെ ചെറുത് ഉള്ളി വേണ്ടേ, ശകലം മഞ്ഞപ്പൊടി. നമുക്ക് മറ്റേ മാങ്ങയിലിട്ടുണ്ടായിരുന്നു, അപ്പം മിക്സ് ചെയ്യുന്ന തേങ്ങയിലും കൂടി കുറച്ച്. മാങ്ങനൊന്ന് ശരിക്കൊന്ന് ഉടക്കണം കേട്ടോ, അടച്ചുകൊണ്ടിരിക്കാൻ. അരച്ച തേങ്ങ ഉണ്ടല്ലോ, അതിലിങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങയും തൈരും തീ കുറക്കണ്ടേ, തീ കുറച്ചൊക്കെ, ഇല്ലെങ്കിൽ തൈര് പൊട്ടും. അതിൽ നമ്മൾ കടുവൊന്ന് പൊട്ടിച്ച് അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് മുളകും കറിവേപ്പില ഇടുന്നുണ്ടോ. എന്തെല്ലാം പൊലിമയാണ് ഈ മാമ്പഴ പുളിശ്ശേരിക്കുള്ള പൊലിമകളെ. സുബ്ഹാനല്ലാഹ്.